Yes. Are you ready? Ready? Yes, okay. Ready, ma'am? Yes, ma'am. Okay. Yes. So in the last class, we were discussing about the causes of indiscipline or misconduct. In the class, we indiscipline or misconduct causes. Already discussed. That is, first one, stiff and conventional practice. The management, either management in the strict sound. Okay, so management is inflexible, stiff, strict practices may cause misconduct. Disconduct, dissatisfaction, employees misconduct, indisciplined behavior class organization. Management, when they are taking some discipline actions or they are making some disciplinary actions, to follow some rules and regulations which are outdated or traditional. Organization management outdated means fashion out practices they may introduce follow. So it may cause some type of frustration among the employees, and they may indulge in indiscipline. Traditional follow obey violate that rules and regulations violate that, even if it is outdated. The organization it's an act of indiscipline. That's indiscipline. The organization rules and regulations follow organization it's against the rules and regulations. Rules and regulations against obey violate. Okay. Management follow unfair treatment. Unfair treatment is exploitation. Employees compensations provided treatment. Management practices equal treat organizations. At the same time, there are some organizations say two-way communication, employees participate management processing organization. Even if they are employees, I think they have many ideas. Management qualified skill, ideas, knowledge employees in the that means our level employment private organizations depend qualified qualifications qualification equal job. So
നമുക്ക് എന്തായാലും ജീവിക്കണമെങ്കിൽ പൈസ വേണം, ഇൻകം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഏത് ഓർഗനൈസേഷനിലും ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ നമ്മളുടെ അത്രയും നമ്മുടെ ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി അല്ല എങ്കിൽ പോലും വി ആർ റെഡി ടു ഡു സം പർട്ടിക്കുലർ ജോബ്സ്. ആ ജോലി ചെയ്താലും കുഴപ്പമില്ല, കാരണം നമുക്കൊരു വരുമാന മാർഗമാണ്. എത്ര നാൾ നമ്മൾ പാരന്റ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് ആളുകൾ വളർന്നു. അല്ലെങ്കിൽ കുട്ടികളാണെങ്കിലും ഒരു ഇതാകുമ്പോ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് കഴിയുന്നതിന് മുമ്പ് തന്നെ പാർട്ട് ടൈം ജോലിക്കൊക്കെ പാരന്റൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ അവർ അതിന്റെ ഒപ്പം ആഡ് ഓൺ ചെയ്യുന്ന ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ ജോലി. അപ്പൊ ആ രീതിയിൽ പക്ഷെ ഇന്ന് അതൊക്കെ മാറി ഒരുപാട് ഇതുപോലെയുള്ള എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തി ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് എംപ്ലോയീസിൽ നിന്ന് കുറച്ച് പേരെയൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്കിൽഡ് ആൻഡ് നോളജ് ഉള്ള ആളുകളെയൊക്കെ എടുത്ത് നോക്കി അവരെ കൂടി ഉൾപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് പല കാര്യങ്ങൾക്കും ഡിസിഷൻസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ ചില ഓർഗനൈസേഷൻസ് മാത്രമാണ് അങ്ങനെ ട്രീറ്റ് ചെയ്യാത്തത്. ട്രീറ്റ് ദ എംപ്ലോയീസ് ഓർ ലൈക്ക് എന്താ പറയാ ഡിഫറെന്റ് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താ പറയാ അവരുദ്ദേശിക്കുന്ന അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, മാക്സിമം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ദേ ആർ നോട്ട് ഗിവൺ എന്താ പറയാ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്നു. പിന്നെ ആബ്സെൻസ് ഓഫ് പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് നമ്മൾ പറഞ്ഞു. എല്ലാ ഓർഗനൈസേഷനിലും എന്താ പറയാ there will be some code of conduct which the employees have to follow. അല്ലെ, ഡിസിപ്ലിൻഡ് ആക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഓർഗനൈസേഷനിലും കോഡ് ഓഫ് കോണ്ടാക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും വിച്ച് ഈസ് ഡിസിപ്ലിൻ ബിഹേവിയർ, വിച്ച് ഈസ് അൺഡിസിപ്ലിൻഡ് ബിഹേവിയർ. എംപ്ലോയീസിനെ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതിൽ ഏതാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഡിസിപ്ലിൻ അഗെയിൻസ്റ്റ് ആണ് എന്നൊക്കെ വേർതിരിച്ചറിയാനൊക്കെ സാധിക്കും. അതുകൊണ്ടാണ് ഒരു പ്രോപ്പർ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ടാകണം എന്ന് പറയുന്നത്. പിന്നെ ഇംപ്രോപ്പർ സിസ്റ്റം ഓഫ് ഗ്രീവൻസ് അല്ലെ, ഗ്രീവൻസ് റിഗ്രസൽ പ്രൊസീജിയർ ഒക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നവുമില്ല. എംപ്ലോയീസ് ഇഫ് ദേ ഹാവ് സം പ്രോബ്ലംസ് ഓർ ഇഫ് ദേ ഹാവ് സം ഡിസാറ്റിസ്ഫാക്ഷൻ, മാനേജ്മെന്റ് ഹാവ് ടു ഐഡന്റിഫൈ ഇറ്റ് as soon as possible. എത്രയും പെട്ടെന്ന് അത്തരം ഡിസ്കണ്ടന്റ്മെന്റ് എംപ്ലോയീസിന് ഉണ്ടായത് എവിടെ, എന്തുകൊണ്ട് എന്നുള്ള കാരണങ്ങളൊക്കെ അന്വേഷിച്ച് അതിന് ഉള്ള പ്രോപ്പർ സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ if there is no proper grievance redressal procedure in an organization, it may lead to grievance and also it will be violation of some rules and regulations. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ ഗ്രീവൻസ് അവിടെ കിടന്ന് ഇങ്ങനെ പെരുകി വലിയ വലിയ പ്രശ്നങ്ങളാകും. മാത്രമല്ല അത് ഇങ്ങനെ പെരുകി എന്ത് ചെയ്യും, എംപ്ലോയീസ് പ്രോപ്പർ ആയിട്ട് അവിടുത്തെ ഡിസിപ്ലിൻ ഒക്കെ ഫോളോ ചെയ്യാതെ തോന്നിയ പോലെയൊക്കെ ജോലി ചെയ്യും. കാരണം എന്താ, ഞാൻ എന്തെങ്കിലും നല്ല കാര്യം എന്റെ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുമ്പോൾ ആത്മാർത്ഥതയോടെ വളരെ കമ്മിറ്റഡ് ആയിട്ട് ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ ഇഫ് ദ എംപ്ലോയി ഹാവ് സം പ്രോബ്ലംസ് റിലേറ്റിംഗ് ദെയർ ജോബ്, അവരുടെ ജോബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഹാവ് ടു ഹാൻഡിൽ ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും പെട്ടെന്ന് അതിനെ ഹാൻഡിൽ ചെയ്യണം, അതിന് സൊല്യൂഷൻസ് കൊണ്ടുവരണം. അതില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഇൻഡിസിപ്ലിൻഡ് ആകുന്ന ചില സാഹചര്യങ്ങൾ. ആൻഡ് ഇൻഎഫക്റ്റീവ് HR policies, human resource policies എന്ന് പറയുന്നത് is the most important thing which lead the employees to work more perfectly. അതായത് ഒരു ഓർഗനൈസേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് എംപ്ലോയീസിന് ജോലി ചെയ്യാൻ സഹായകരമാകുന്ന കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് പോളിസീസിൽ ഒരുപാട് അതിന്റെ കണ്ടന്റ് ഒരുപാടുണ്ട്. സോ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് ഹാവ് ടു ബി established by the management for controlling grievance. അപ്പൊ ഈ ഗ്രീവൻസിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ഈ ഹ്യൂമൻ റിസോഴ്സ് പോളിസി സഹായിക്കും. കാരണം അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഡിസ്കണ്ടന്റ്മെന്റ് will not be there among the employees. എംപ്ലോയീസിന്റെ ഇടയിൽ അത്തരം തൃപ്തിക്കുറവോ താല്പര്യക്കുറവോ ഒന്നും ഉണ്ടാകുന്നില്ല. അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് വിൽ ഹെൽപ്പ് എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആൻഡ് വി ഹാവ് ടു പ്രൊസീഡ് ഫ്രം ദ 6th point, pessimistic perception of employee and employee unions. ഇതല്ലേ പറയണ്ടേ? അപ്പൊ ഓർഗനൈസേഷനിൽ അടുത്ത കോസ് ഓഫ് ഇൻഡിസിപ്ലിന് കാരണമാകുന്ന മറ്റൊരു റീസൺ ആണ് pessimistic perception of employees and trade unions. അതായത് എംപ്ലോയീസിനും എംപ്ലോയീസിന്റെ ഇടയിലുള്ള ഒരു തരത്തിലുള്ള തെറ്റായ ധാരണകളാണ്. അതായത് എന്താ പറയാ, ഒരു എല്ലാം നെഗറ്റീവായിട്ട് കാണുക. ഈ പെസിമിസ്റ്റിക്കിന്റെ കൃത്യം മലയാളം എന്താണ്, അങ്ങനെ ഒരു വാക്കുണ്ട്. മറ്റേത് ഒപ്റ്റിമിസ്റ്റിക്, ശുഭാപ്തി വിശ്വാസം, അതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ പെസിമിസ്റ്റിക്. അതിന് ഒരു ഒറ്റ വേർഡ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ,
ഒന്നും ഇതൊന്നും ശരിയാവില്ല, ഇതൊക്കെ വെറുതെയാണ്, ഇതൊക്കെ അങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കുന്ന ചില എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ചില ധാരണകളാണ് അത്. മാനേജ്മെന്റ് ഇഫ് ദേ ആർ ബ്രിങ്ങിങ് എനി ടൈപ്പ് ഓഫ് ആക്ഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ, ദ എംപ്ലോയി ഫീൽസ് ഇറ്റ് ആസ് നെഗറ്റീവ്. അവരതിനെയൊക്കെ നെഗറ്റീവായി കാണും. മാനേജ്മെന്റ് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ എന്ത് നല്ല രീതിയിലുള്ള ഗുഡ് ആക്ട്സ് ചെയ്താലും അതെന്ത് ചെയ്യും, അവര് അത് പ്രത്യേക രീതിയിൽ അതിനെ നെഗറ്റീവായിട്ട് കാണും. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? The management will take strict actions against such employees. അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന എംപ്ലോയീസിന്റെ പേരില് അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് മാനേജ്മെന്റ് ചില സ്ട്രിക്റ്റ് ആക്ഷൻസ് കൊണ്ടുവരും. അങ്ങനെ സ്ട്രിക്റ്റ് ആക്ഷൻസ് കൊണ്ടുവരുമ്പോ it will lead to performance by the employees and also misconduct in their behavior. അവരുടെ ബിഹേവിയർ മിസ്കണ്ടക്ട് ആകും, അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യും, പുവർ പെർഫോമൻസ്, എന്തിന് ഞാൻ ഇത്രയും ജോലി ചെയ്യില്ല അല്ലെ, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകും. അതായത് മാനേജ്മെന്റ് കൊണ്ടുവരുന്ന ആക്ഷൻസ്. മനസ്സിലായോ പോയിന്റ് എന്താണ്? പെസിമിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ്. ചില ഓർഗനൈസേഷനിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ്, പല ഐഡിയാസ്, പല ന്യൂ ടെക്നോളജീസ് വിൽ ബി അഡോപ്റ്റഡ് അല്ലെ. ഓരോ ദിവസമോ അല്ലെങ്കിൽ മാസം പ്രതിയോ അല്ലെങ്കിൽ ഓരോ ഇയർലിയോ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേഷൻസ് ഓർഗനൈസേഷൻ കൊണ്ടുവരും. അതിന്റെ മാനേജ്മെന്റ് അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ ഫ്രം ദ സ്റ്റാർട്ടിംഗ് ലെവൽ തുടങ്ങി അറ്റ് ദ എൻഡ്, അല്ലെങ്കിൽ അതിങ്ങനെ വർഷങ്ങളായിട്ട് കഴിഞ്ഞു പോകുമ്പോഴും അതേ പൊസിഷനിലല്ല നിൽക്കുക. There will be developments. തീർച്ചയായിട്ടും വികസനം ഉണ്ടാകണം. ബിസിനസ്സും വളരുന്നത് അങ്ങനെയാണ് അല്ലെ. അക്കോർഡിംഗ് ടു ദ ഇക്കോണമി ഗ്രോസ്, ഇക്കോണമിയുടെ ഗ്രോത്ത് അനുസരിച്ച്. ഇക്കോണമി ഗ്രോ ചെയ്യുന്നത് എങ്ങനെയാ? അതിന്റെ ടെക്നോളജിയിലും അതിന്റെ ഐഡിയാസിലും അതിന്റെ എഡ്യൂക്കേഷൻസിലും അങ്ങനെ പല പല കാര്യങ്ങളിലും അതിന് ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ അതനുസരിച്ച് ഓരോ ഓർഗനൈസേഷനും ഓരോ ഫേംസും വളരുമ്പോ എന്താകും നമുക്കറിയാം. there will be changes in many practices. പല രീതിയിലുള്ള മാറ്റങ്ങളും മാനേജ്മെന്റ് ഓർഗനൈസേഷനിൽ കൊണ്ടുവരും. they may put some new ideas, new actions. അപ്പൊ ഈവൻ അത് നല്ലതാണ് എങ്കിൽ പോലും നെഗറ്റീവ് അടിക്കുന്ന എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് അടിക്കുന്ന എംപ്ലോയീസിന്റെ പേരിൽ തീർച്ചയായും മാനേജ്മെന്റ് നല്ല സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടാവില്ല. അപ്പൊ എംപ്ലോയീസ് മിസ്കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ മോശമാക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നതിൽ ഉഴപ്പ് കാണിക്കുക, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉടലെടുക്കും. ഓക്കെ, ക്ലിയർ ആയോ? 6th പോയിന്റ്. എനി ഡൗട്ട്? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം, അതർവൈസ് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോകും. യെസ്, നെക്സ്റ്റ് വൺ ഓർഗനൈസേഷൻ കൾച്ചർ ആണ്. See, sometimes the organization culture also will lead to some type of misconduct or indiscipline from the employees. എംപ്ലോയീസിന്റെ പേരിൽ ഇതുപോലെയുള്ള മിസ്കണ്ടക്ട് ഉണ്ടാകാൻ മറ്റൊരു കാരണമാണ് ഓർഗനൈസേഷൻ കൾച്ചർ. നമുക്കറിയാം ഇത് ഡിഫേഴ്സ്. ഓർഗനൈസേഷൻ കൾച്ചർ എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കും, എന്ന് വെച്ചാൽ മാറിക്കൊണ്ടിരിക്കും. എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് തന്നെയാണ്. അതായത് ഇപ്പോ എന്താ പറയാ, ഓർഗനൈസേഷനിൽ എംപ്ലോയി എംപ്ലോയർ എന്നുള്ള രണ്ട് തട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ എംപ്ലോയർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, എംപ്ലോയീസ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ ഓരോ രീതിയിലും ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ചിലപ്പോ എന്താ പറയാ, ഭയങ്കര കൾച്ചേർഡ് ആയിട്ടുള്ള നമ്മളുടെ കൾച്ചറിന് അത്രയും ഒപ്പം വരില്ല എന്ന് തോന്നുമ്പോ എംപ്ലോയറും എംപ്ലോയും തമ്മിൽ there will be a distance അല്ലെ, ഒരു ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ വരുമ്പോ ഈ കമ്പനിയിൽ എന്താ പറയാ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള എംപ്ലോയീസിന്റെ ആറ്റിറ്റ്യൂഡുകളിൽ അവരുടെ അവിടെ നിലനിൽക്കുക എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില കൾച്ചേഴ്സ്, പല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡാണ് എംപ്ലോയീസിന്റെ മനസ്സിലുണ്ടാക്കുക. അവർ എംപ്ലോയേഴ്സ് ആണ്. എംപ്ലോയറിന്റെ എന്താ പറയാ കൾച്ചറിനോട് യോജിക്കുന്നതല്ല നമ്മുടെ കൾച്ചർ. സോ അങ്ങനെ ഒരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് there will be no proper communication system. അത് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ചിലപ്പോ ഓർഗനൈസേഷനിൽ ലാക്ക് ചെയ്യും. എന്ന് വെച്ചാൽ എംപ്ലോയറിനോട് നമ്മളെങ്കിലും പറയും, അവർ ആ ഒരു കൾച്ചറിൽ പെട്ടവരല്ലേ, അല്ലെങ്കിൽ എംപ്ലോയീസ് പരസ്പരം തമ്മിലും എംപ്ലോയീസിന്റെ ഇടയിലും ആ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പൊ അത്തരം കാര്യങ്ങളിൽ ചിലപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ വളരെ വിമുഖത കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് ആര്, എംപ്ലോയീസ്. അപ്പൊ അങ്ങനെ വരുമ്പോ എംപ്ലോയീസ് എന്താ പറയാ, വളരെ ചിലപ്പോ അവരുടെ പെർഫോമൻസിൽ അവർ മിസ്കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒന്നും നമുക്ക് ഓർഗനൈസേഷനിൽ ഫീൽ ചെയ്യില്ല. അപ്പൊ ഓർഗനൈസേഷനിൽ സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആ ഒരു കൾച്ചറൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ
ഡിഫറൻസ് ഉള്ളത് കൊണ്ട് എന്നും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് വിൽ ലീഡ് ടു മിസ്കണ്ടക്ട് ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് ചില ഒരു ഗ്രൂപ്പ്, എല്ലാവരും അല്ല, ഒരു ചില ഗ്രൂപ്പുകളായിട്ടൊക്കെ തിരിഞ്ഞ് അവര് മിസ്കണ്ടക്ട് മിസ്ബിഹേവിയർ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓർഗനൈസേഷന്റെ കൾച്ചറും മറ്റൊരു എന്താ പറയാ ഫാക്ടർ ആണ് എന്തിന് മിസ്കണ്ടക്റ്റിന്റെ കാരണമാകുന്ന ഫാക്ടർ. ഓക്കെ, ക്ലിയർ ആയോ? ആ ഓരോ കാരണങ്ങളും ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതല്ലെങ്കിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയും കേട്ടോ. അതിൽ അപ്പൊ നമ്മൾ ആ സിക്സ്ത് പോയിന്റിൽ നമ്മൾ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. അത് ഞാൻ മറന്നുപോയി പറയാൻ. ആ ഫസ്റ്റ് സെന്റൻസ് മാത്രം, പെസിമിസ്റ്റിക് പെർസെപ്ഷനിൽ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ബാക്കി 8 പോയിന്റിന്റെ ആ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഹലോ, ഓക്കെ, കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇനിയും നമ്മൾക്കറിയാം, ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ഷുഡ് ബി ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഇൻ എനി ഓർഗനൈസേഷൻ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്താ പറയാ, അവിടെ ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്തായാലും ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് എവറി എംപ്ലോയർ ഷുഡ് ബി knowledgeable about the future working conditions of the organization. ഒരു ഓർഗനൈസേഷനിലെ ഭാവിയിൽ എന്ത് നടക്കാൻ പോകുന്നു, ഇനി എന്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാം അറിഞ്ഞിരിക്കണം. എല്ലാ എംപ്ലോയീസും അറിഞ്ഞിരിക്കണം. അതെങ്ങനെ അറിയുള്ളൂ? ഇഫ് ദർ ഈസ് പ്രോപ്പർ ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ. അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കും, എല്ലാ പുതിയ കാര്യങ്ങളും ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യും, ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് മാനേജ്മെന്റ് പറഞ്ഞുകൊണ്ട് അവർ തന്നെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നു. ഏറ്റവും അവസാനം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ജോലിക്കാരാണോ അവരിലേക്ക് ഏറ്റവും അവസാനം മാത്രം എത്തുന്നു. ആ രീതി ആകരുത് എന്നാ പറയുന്നത്. ഒരു നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിറ്റി, ഇഫ് ദേ ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് സം ന്യൂ തിങ്സ്, എന്ത് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോഴും എന്ത് ചെയ്യണം? അത് ഈ ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്താൽ എംപ്ലോയീസ് ഓരോ പുതിയ കാര്യങ്ങളും അവർക്ക് കൂടി അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോറി. സോ അങ്ങനെ വരുമ്പോ എന്ത് പറ്റും? ഓരോ കാര്യങ്ങളും അവരെ അറിയിക്കുമ്പോൾ they can also get a feedback from the employees. ഇതുപോലെയുള്ള പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഈ പറയുന്ന എംപ്ലോയീസിൽ നിന്നും പലതരത്തിലുള്ള പുതിയ ആശയങ്ങളോ ഫീഡ്ബാക്കുകളോ മാനേജ്മെന്റിനും കിട്ടും. ഞാൻ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞു, മിക്ക എംപ്ലോയീസും ഇന്ന് പല ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു ഓർ വിച്ച് ഈസ് ഇറ്റ് നോട്ട് ഈക്വലന്റ് ടു ദെയർ ക്വാളിഫിക്കേഷൻ. അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയല്ല മിക്ക മെജോറിറ്റി എംപ്ലോയീസും ചെയ്യുന്നത്. എത്ര ക്വാളിഫൈഡ് ആണോ ഈ ജോലി ചെയ്യുന്നത് എന്ന് പലരും ചോദിക്കുന്ന രീതിയിലുള്ള ജോലികളാണ് പല ആളുകളും ചെയ്യുന്നത്. അതെന്താ കാരണം? എല്ലാവർക്കും പഠിക്കുന്നതിന് ഇക്വലന്റ് ആയിട്ടുള്ള ജോലി കിട്ടുന്നില്ല. അതിന് ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട് നമ്മുടെ ഇക്കോണമിയിൽ. അതുകൊണ്ട് തന്നെ അപ്പൊ അൺഎംപ്ലോയ്മെന്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇക്കോണമി ചെയ്യുന്നുണ്ട്. എങ്കിലും സ്റ്റിൽ നമ്മള് ഫുള്ളി എന്താ പറയാ ഇതല്ല, സെൽഫ് സഫിഷ്യന്റ് അല്ല എംപ്ലോയ്മെന്റിന്റെ കാര്യത്തില്. ഗവൺമെന്റ് ജോലി എല്ലാവർക്കും കിട്ടുന്നില്ല. എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിറങ്ങുന്നുണ്ട്. പക്ഷെ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ജോബ് എല്ലാവർക്കും കിട്ടുന്നില്ല. അപ്പൊ നമ്മള് വി ആർ ഇൻ നീഡ് ഓഫ് സം ജോബ്. ചില സമയത്ത് നമുക്ക് ഒരു ജോലി ഇല്ലാതെ പറ്റില്ല എന്നുള്ള ആ ഒരു അവസ്ഥ വരുമ്പോ we are ready to do any job in an organization. ഏത് തരം ജോലിയാണെങ്കിലും കുഴപ്പമില്ല, ഇപ്പൊ ഒരു വരുമാന മാർഗം ഇറ്റ്സ് മസ്റ്റ് എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജോലി ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് കാണാം there will be a lot of employees who have many skill, ഭയങ്കര സ്കിൽസ് ഉള്ള, ഭയങ്കര നോളജ് ഉള്ള, ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ജോലിക്കാര് പല ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ if they are communicating each and everything to the employees, they can get some feedback from the employees and also new ideas from them. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്ത് പറ്റും? എംപ്ലോയീസിന്റെ നിന്നും അവരുടേതായ ഐഡിയാസ് കിട്ടും, അവരുടേതായ എന്ത് കിട്ടും? ഫീഡ്ബാക്കുകളും നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റും മാനേജ്മെന്റിന്. സോ അത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ലീഡ് ടു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ സിസ്റ്റം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യും. കണ്ടോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ ഒരു പുതിയ കാര്യം നമ്മുടെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരാൻ പോണ്. അപ്പൊ നമ്മൾ അവരെ അറിയിക്കുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് തരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്
രീതിയിൽ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ പോകും. പക്ഷേ ഇഫ് ദർ ഈസ് നോ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇത്തരം ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ദർ വിൽ ബി എ വലിയ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്, അല്ലെ? മാനേജ്മെന്റും അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് വരും. ഒന്നും പറയുന്നില്ല, വർക്കേഴ്സിനെ ഒന്നും അറിയിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ എന്താ പറയാ, ദർ വിൽ ബി ഡിസ്റ്റർബൻസ്. ഇപ്പൊ നമ്മള് മാനേജ്മെന്റ് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, ഇത് ആരുടെയാ, ഇത് മാനേജ്മെന്റ് ആരാണ് ഇവിടുത്തെ? നമ്മളുടെ അടുത്ത് എംപ്ലോയീസിനെയൊക്കെ ഒന്ന് കാണാനോ ഇടയ്ക്കൊന്ന് വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ അന്വേഷിക്കാനോ നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും രീതിയിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. വന്ന് കാണണമെന്നും നമുക്ക് നിർബന്ധമില്ല. എനിവേസ്, അല്ലെ? മറ്റേത് രീതിയിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ എംപ്ലോയീസ് കുറെ വന്ന് ഇങ്ങനെ കുറെ എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നു, പോകുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. മാനേജ്മെന്റ് ആരാണ്? അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ഇല്ലാതെ വരുമ്പോ അത് തീർച്ചയായിട്ടും ഇറ്റ് വിൽ ലീഡ് ടു മിസ്കണ്ടക്ട് ഓർ മിസ്ബിഹേവിയർ എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന് തോന്നിയ പോലെ, കാരണം മാനേജ്മെന്റ് ആരാണ്, എന്താ എന്നൊന്നും അറിയില്ല. കണ്ടോ, മാനേജ്മെന്റിനെ കുറിച്ചും മാനേജ്മെന്റ് ആരാണെന്നും നമുക്കുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്നുള്ള ഫീലിംഗ് എംപ്ലോയീസിന്റെ ഇടയിൽ വരും. അന്നേരം അവരെന്ത് ചെയ്യും? തോന്നിയ പോലെ കുഴപ്പുന്ന രീതിയിലൊക്കെ ജോലി ചെയ്യും. ക്ലിയർ ആയോ? ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വിൽ ഓൾസോ ലീഡ് ടു മിസ്കണ്ടക്ട് ഓർ മിസ്ബിഹേവിയർ എമംഗ് ദ എംപ്ലോയീസ്. മനസ്സിലായോ? എന്താണ്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടും മിസ്കണ്ടക്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആണോ ആ പോയിന്റ്? ലാക്ക് ഓഫ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, സോ ഈ 8 കോസസ് ആണ് നമ്മുടെ മിസ്കണ്ടക്റ്റിന് പ്രധാനമായിട്ടുള്ളത്. 8 പോയിന്റും കൃത്യമായി പഠിക്കണം. പിന്നെ അടയാളപ്പെടുത്തി തന്ന സെന്റൻസും. അപ്പൊ ഈ ലാസ്റ്റ് പോയിന്റിൽ ഒരു സെന്റൻസ് ഉണ്ട്. എ പ്രോപ്പർ ടു വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ ദ കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് മേക്കിംഗ് എംപ്ലോയീസ് നോളജബിൾ അബൌട്ട് ദ ഫ്യൂച്ചർ വർക്കിംഗ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്ന ആ ഒരു വലിയ സെന്റൻസ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണേ. സെന്റൻസ് ഫുൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയില്ലോ? പോകാം അടുത്തയിലേക്ക്. ഓക്കെ, സോ നമ്മൾ ഇച്ചിരി വൈകിയാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അധികം പേര് ജോയിൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഒന്ന് പ്രീവിയസ് ക്ലാസ്സിൽ എടുക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞു പോകും. അതുകൊണ്ടാണ് അത്രയും ഇതായത്. അങ്ങനെ ഇനി പറ്റില്ല. ഇനി അടുത്ത ദിവസം തുടങ്ങി കൃത്യമായിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്ത് പോകുള്ളൂ. നെക്സ്റ്റ്, റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ ആണ്. സോ സംതിങ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് മിസ്കണ്ടക്ട്. നമ്മളുടെ ഈ മിസ്കണ്ടക്ട് എന്ന കാര്യം ഒരു ടോപ്പിക് ഇപ്പൊ നമ്മൾ പഠിച്ചു, അത് തീർന്നു. അതുമായി കണക്ട് ചെയ്തൊരു റൂള് ഉണ്ട്. റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്നാണ് ഇതിനെ പറയാം. വിച്ച് വാസ് ഫോർമുലേറ്റഡ് ബൈ ഡഗ്ലസ് എം സി ഗ്രിഗർ. ഒരു ബിസിനസിനെ കുറിച്ചും ഓർഗനൈസേഷനെ കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തുന്ന ആൾ തന്നെയാണ്. ഒരുപാട് റിസർച്ചസ് ഒക്കെ നടത്തുന്ന അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ് മിസ്കണ്ടക്റ്റിനെ നമുക്കൊരു റെഡ് ഹോട്ട് സ്റ്റൗ റൂളുമായിട്ട് എന്താ പറയാ കണക്ട് ചെയ്യാൻ പറ്റും. റെഡ് ഹോട്ട് സ്റ്റൗ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഭക്ഷണമൊക്കെ പാചകം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയാ, നമ്മുടെ ഗ്യാസിനുണ്ട് ഗ്യാസ് സ്റ്റൗ, അല്ലെ? അതിന്റെ ആ ബർണർ കത്തുന്ന ഭാഗം. ഹീറ്റർ ആണെങ്കിലും അതിനും ഉണ്ട് ഒരു സ്റ്റൗ, ചൂടാകുന്ന ഒരു ഭാഗം. ഓക്കെ, അപ്പൊ ഏത് തീ അല്ലെങ്കിൽ അടുപ്പാണെങ്കിൽ തീ ഉണ്ട് അവിടെ, അല്ലെ? അതൊക്കെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂട് അതാണ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. അപ്പൊ നമ്മളിപ്പോ ഗ്യാസ് ആണെങ്കിലും ഇതാണെങ്കിലും ഓൺ ചെയ്യുന്ന സമയത്ത് അത് ചൂടാകുന്നു. ചൂടായി അത് പഴുത്ത് ഒത്തിരി നേരമൊക്കെ നമ്മൾ അത് തന്നെ ഇങ്ങനെ ഓൺ ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ബിക്കംസ് റെഡ്, അല്ലെ? അതിന്റെ റെഡ് കളറായി മാറുന്നത് കാണാൻ സാധിക്കും. ചുട്ടുപഴുക്കുക എന്ന് പറയും, അല്ലെ? ആണോ? നിങ്ങൾക്ക് അങ്ങനെ പറയാറുണ്ടോ? നമ്മൾ അങ്ങനെയൊക്കെയാണ്. See, in an organization, there should be some continuous support from the subordinates for the efficient and effective working of an organization. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അവരുടെ മാനേജ്മെന്റ് കൃത്യമായിട്ട് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, അവരുടെ വർക്ക് ഇഫക്റ്റീവ് ആകുക, എഫിഷ്യന്റ് ആകണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം? സബോർഡിനേറ്റ്സിന്റെ, താഴെ തട്ടിലുള്ള ജോലിക്കാരുടെ കണ്ടിന്യൂസ് സപ്പോർട്ട് വേണം. ഒരു ദിവസം മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ, എല്ലാ ദിവസവും അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് മാനേജ്മെന്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആകുള്ളൂ, അല്ലെങ്കിൽ അവരുടെ വർക്ക് എഫിഷ്യന്റ് ആകുള്ളൂ. അവരിവിടെ ഇരുന്ന് അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല.
അതിന് പ്രവർത്തിക്കേണ്ടത് ആരാണ്? എംപ്ലോയീസ് ആണ്. അതിന്റെ താഴെ തരത്തിലുള്ളവർ തുടങ്ങിയാണ് പ്രവർത്തിക്കേണ്ടത്. That means they have to do their job or perform their job effectively and efficiently every day. എല്ലാ ദിവസവും ഇഫക്റ്റീവ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ടും അവരുടെ ജോബ് പെർഫോമൻസ് നന്നായി കൊണ്ടുപോയാലാണ് അതാണ് ആർക്ക് വേണ്ട സപ്പോർട്ട്? മാനേജ്മെന്റിന്. കാരണം അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അതാണല്ലോ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടി. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ്മെന്റും വർക്ക് ചെയ്യും. പക്ഷേ ഇഫ് the employees violate some rules, ഈ പറയുന്ന ഓർഗനൈസേഷനിൽ നടപ്പാക്കുന്ന പല ഡിസിപ്ലിനറി ആക്ഷൻസോ റൂൾസ് ആൻഡ് റെഗുലേഷൻസോ അത് തെറ്റിക്കുകയാണെങ്കിൽ, എംപ്ലോയീസ് തെറ്റിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള എംപ്ലോയീസോ തെറ്റിക്കുകയാണെങ്കിൽ there will be some disciplinary actions taken by the management. തീർച്ചയായിട്ടും മാനേജ്മെന്റ് അതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന് നമ്മൾ പഠിച്ചല്ലോ മുകളില്. ഓക്കെ, അപ്പൊ എടുക്കും. അങ്ങനെ വരുമ്പോ, അങ്ങനെ ആക്ഷൻ എടുക്കുമ്പോ അതെന്തായി കിടക്കും? അത് അവിടെ ഒരു വലിയ ഉണങ്ങാത്ത മുറിവായി അവിടെ കിടക്കും അല്ലെ. ഇറ്റ് വിൽ ഗിവ് ദം പെയിൻ ആൻഡ് ഓൾസോ ഇറ്റ് ജനറേറ്റ് ബിറ്റർനെസ്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ, ഒരു പ്രത്യേക അവസ്ഥ ആയിട്ട് കിടക്കും. കാരണം നമുക്ക് മാനേജ്മെന്റിന്റെ ഇന്ന് ചീത്ത കിട്ടുക, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മളോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മളുടെ ദേഷ്യപ്പെടുന്നത് കൂടാതെ മറ്റേതെങ്കിലും രീതിയിലുള്ള ആക്ഷൻസ് നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമല്ല. നമുക്ക് സന്തോഷമല്ല തരാം, സങ്കടം തരും, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ നമ്മുടെ മനസ്സ് പോകും എംപ്ലോയീസിന്റെ. അത് തീർച്ചയായിട്ടും ഉണ്ടാക്കും. അപ്പോ ഈ ഡിസിപ്ലിൻ ഷുഡ് ബി ഫോളോഡ്. അത് എംപ്ലോയീസ് ഫോളോ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനും അല്ലെങ്കിൽ എംപ്ലോയീസിനെ കൊണ്ട് അത് ഫോളോ ചെയ്യിപ്പിക്കാനും മാനേജ്മെന്റ് കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗമാണ്. If any people or the employees violate any rules and regulation, the red hot stove rule should be followed. അതിനുവേണ്ടി ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ എന്ന് പറയുന്ന ഒരു നിയമം നമുക്ക് നടപ്പിലാക്കാം. എംപ്ലോയീസിനെ കൊണ്ട് ഡിസിപ്ലിനറി ആക്ഷൻസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൃത്യമായി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു റൂളാണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ, which was formulated by Douglas MC Kruger ആണ് അത് ഫോർമുലേറ്റ് ചെയ്തത്. അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യം, when any employee touches a red hot stove, ഒരു ചുട്ടുപഴുത്തിരിക്കുന്ന ഹോട്ട് സ്റ്റൗവില് നമ്മൾ തൊടുമ്പോ അങ്ങനെ തൊടുമ്പോ ഉണ്ടാകുന്നത് പോലെ ആയിരിക്കണം ആക്ഷൻ അഗെയിൻസ്റ്റ് ഡിസിപ്ലിൻ. ഡിസിപ്ലിനെതിരെ എടുക്കുന്ന ആക്ഷനും അതുപോലെ ആയിരിക്കണം. നമുക്കറിയാലോ, റെഡ് ഹോട്ട് സ്റ്റൗ, ചൂടായിരിക്കുന്ന ഈ സ്റ്റൗവില് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൈവയ്ക്കോ? അറിയാതൊക്കെ ചിലപ്പോൾ ചുട്ടുപഴുത്തിരിക്കുന്ന സാധനത്തിലൊക്കെ നമ്മുടെ കൈയൊക്കെ മുട്ടും, പൊള്ളും. അടുക്കളയിൽ അമ്മമാരൊക്കെ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇവിടെയൊക്കെ ഓരോ പാടുകൾ കാണാം. എന്തായിരിക്കും അത്? പൊള്ളിയ പാട് അല്ലെ, ചട്ടിയുടെ എവിടെയെങ്കിലും. നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ഡ്യൂട്ടി. ആ ജോലി ചെയ്യുന്ന സമയത്ത് വന്നു പോകുന്ന കാര്യമാണ്, ആക്സിഡന്റലി വരുന്നതാണ്. അതർവൈസ് അത് കൊണ്ടുപോയി എന്തായാലും കറി ഞാൻ വെച്ചതല്ലേ, അതിന്റെ ഒരു അടയാളമായിട്ട് ഇവിടെ ഒരു പാടിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ചു നേരം നമുക്ക് കൊണ്ടുപോയി ചൂടി വെക്കുവോ? വെക്കില്ല, അതാരും ചെയ്യില്ല. അത് നമുക്കറിയാം, നമ്മുടെ ശരീരം വേദനിക്കും. അപ്പൊ നമ്മൾ അറിയാതെ അല്ല, അറിഞ്ഞുകൊണ്ട് ആരും അതിൽ ചെന്ന് തൊടില്ല. അതുപോലെ ആയിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ. അപ്പൊ എന്താ, ഇതെങ്ങനെ കണക്ട് ചെയ്യും? ഈ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ റൂളിനെ നമുക്ക് ഈ ഡിസിപ്ലിൻ ആക്ഷനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇതുപോലെ ആയിരിക്കണം എംപ്ലോയീസ്. ഏതെങ്കിലും ഒരു ഇൻഡിസിപ്ലിൻ പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ they should keep in mind or remember that there will be a disciplinary action which is taken by the management. അപ്പൊ തന്നെ അങ്ങനെ എന്തെങ്കിലും ഡിസിപ്ലിനറി ആക്ഷൻ അല്ലെങ്കിൽ റൂൾ ആൻഡ് റെഗുലേഷൻസ് നമ്മൾ തെറ്റിച്ചാൽ അപ്പൊ തന്നെ മാനേജ്മെന്റ് നമുക്കെതിരെ എന്തെടുക്കും? ഡിസിപ്ലിനറി ആക്ഷനും എടുക്കും എന്നുള്ള ചിന്ത അതപ്പൊ തന്നെ വരണം. അതാണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂളുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാനുള്ള കാരണം. ഈ സാധനത്തിൽ ചെന്ന് തൊടാൻ നമ്മൾ വിരൽ കൊണ്ടു ചെന്നാൽ അതിന്റെ അടുത്ത് വരെ എത്തില്ല. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? കൈവലിക്കും. ബിക്കോസ് വി നോ അവർ ഫിംഗർ ഓർ ഹാൻഡ് വിൽ ബേൺ. നമ്മുടെ കൈ പൊള്ളും അല്ലെ, അതിൽ ചൂട് പിടിച്ചിരിക്കുകയാണ്, നമ്മുടെ കൈ പൊള്ളും അല്ലെങ്കിൽ വിരൽ പൊള്ളും എന്ന് നമുക്കറിയാം. അതുപോലെ മനസ്സിലായോ എന്തുകൊണ്ടാണ് റെഡ് ഹോട്ട് സ്റ്റവ് റൂളുമായിട്ട് നമ്മുടെ മിസ്കണ്ടക്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? MC Kruger. മനസ്സിലായോ എല്ലാവർക്കും? ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇത്, എന്തുകൊണ്ട് നമുക്ക് റെഡ് ഹോട്ട് സ്റ്റവ് റൂളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? ക്ലിയർ? ഓക്കെ, സോ അതായിരിക്കണം ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. നോക്കാം, വീണ്ടും അതിനെ കുറിച്ച് ഒരുപാട് നല്ല രീതിയിൽ എന്താ പറയാ വൈഷ്ണവി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രിൻസിപ്പിൾസ്. ഇനി റെഡ് ഹോട്ട് സ്റ്റവ് റൂളിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറയുന്നത്. അതിന് മുമ്പ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. റെഡ് ഹോട്ട് സ്റ്റവ് റൂൾ തുടങ്ങുന്നിടത്ത് അവിടെ നിന്ന് കണ്ടിന്യൂസ് സപ്പോർട്ട് തുടങ്ങി മാനേജേഴ്സ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം.
പിന്നെ അതിന്റെ തൊട്ട് അടുത്ത സെന്റൻസ് ബട്ട് വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം when an employee violates the rule, disciplinary actions taken by the managers against such employee rights give him pain and generate bitterness. അത് മനസ്സിലായി. ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുമ്പോൾ എംപ്ലോയീസ് എന്ത് തോന്നും, അവർക്ക് എന്താ പറയാ വിഷമം തോന്നും, മാനസികമായിട്ട് പല രീതിയിലുള്ള ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫീൽ ചെയ്യും. ഇനി റെഡ്ഫോർഡ് സ്റ്റൗ റൂൾ ഇൻവെർട്ടഡ് കോമ തുടങ്ങി അതിന്റെ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന ആ ഭാഗം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻവെർട്ടഡ് കോമയിലാണ് റെഡ്ഫോർഡ് സ്റ്റൗ റൂൾ. അത് ആര് ഫോർമുലേറ്റ് ചെയ്തു എന്ന് ചോദിക്കാം. അതിന്റെ കഴിഞ്ഞിട്ട് അതിനെ റിലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് തൊട്ടടുത്ത സെന്റൻസ്. എ സിറ്റുവേഷൻ ഓഫ് ടച്ചിങ് എ ഹോട്ട് സ്റ്റൗ ആൻഡ് ദ ആക്ട് ഓഫ് ഡിസിപ്ലിൻ. കേട്ടോ, അത് രണ്ടും ആണ്. ദ റൂൾ ഗൈഡ്സ് ദ മാനേജേഴ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാനേജ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിസ്റ്റം ആണ്. ആരെങ്കിലും ഹോട്ട് സ്റ്റൗവിൽ തൊട്ടാൽ എന്താ അതുപോലെ ആയിരിക്കണം ആക്ട് ഓഫ് ഡിസിപ്ലിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആയല്ലോ? അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം മനസ്സിലായില്ലേ? അടുത്തതിലേക്ക് പോകുകയാണെ പ്രിൻസിപ്പിൾസ് ഓഫ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ റൂളിന്റെ ചില അടിസ്ഥാനപരമായിട്ടുള്ള തത്വങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഈ പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നു നമ്മുടെ ഡിസിപ്ലിനറി ആക്ഷൻ എങ്ങനെയായിരിക്കണം, ഇമ്മീഡിയറ്റ് ആയിരിക്കണം. ഈ റെഡ് ഹോട്ട് സ്റ്റൗ റൂളും പിടിച്ചിട്ടാണ് കേട്ടോ ആ ഒരു പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. നോക്ക്, നമ്മളിപ്പോ റെഡ് ഹോട്ട് സ്റ്റൗവില് തൊടുമ്പോ അറ്റ് ദ മൊമെന്റ് അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം ആ ഒരു നിമിഷത്തിൽ തന്നെ അവർ ഫിംഗർ വിൽ ഗെറ്റ് ബേൺഡ്, നമ്മുടെ കൈ പൊള്ളുമെന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് as soon as if any kind of misconduct is done by any employee, ഏതെങ്കിലും തരത്തിലെ എംപ്ലോയീസ് മിസ്കണ്ടക്ട് ചെയ്താൽ മാനേജ്മെന്റ് ഷുഡ് ടേക്ക് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി അഗെയിൻസ്റ്റ് സച്ച് എംപ്ലോയീസ് എന്ന് പറഞ്ഞേക്കുന്നത്. എന്ത് ചെയ്യണം, അത്തരം എംപ്ലോയീസിന്റെ നേർക്ക് മാനേജ്മെന്റ് ഡിസിപ്ലിനറി ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കണം. കുറച്ചേരം കഴിഞ്ഞിട്ടല്ല എന്ന് മനസ്സിലായിണ്ടാവുമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് ആണ്. ഓക്കെ, നമുക്ക് കൈ തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെയല്ലേ പൊള്ളുന്നേ. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. അതിനെ കോറിലേറ്റ് ചെയ്യുന്ന ആ പ്രിൻസിപ്പിൾ കോറിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കണം. കൈ നമ്മൾ സ്റ്റൗവിൽ തൊടുമ്പോ, ചൂടായി പഴുത്തിരിക്കുന്ന സ്റ്റൗവിൽ തൊടുമ്പോ ആ സമയത്ത് തന്നെയാണ് നമുക്ക് പൊള്ളുന്നത്. കുറച്ച് മിനിറ്റ് കഴിഞ്ഞിട്ടോ പിറ്റേ ദിവസമൊന്നും അല്ല പൊള്ളുന്ന ആ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നത്. പൊള്ളുക എന്ന് പറഞ്ഞൊരു ഫീലിംഗ് നമ്മുടെ സ്കിന്നിൽ അത് ടച്ച് ചെയ്യുമ്പോ നമുക്ക് പൊള്ളുക എന്നുള്ള ഫീലിംഗ് തരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ല, അറ്റ് ദ സെയിം മൊമെന്റിലാണ്. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും എംപ്ലോയീസ് ഇഫ് ദേ ആർ ഡൂയിങ് എനി മിസ്കണ്ടക്ട് ഓർ മിസ്ബിഹേവിയർ, ഡിസിപ്ലിനറി ആക്ഷൻ ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി. അത്തരം എംപ്ലോയീസിന്റെ നേർക്ക് എടുക്കേണ്ട ഡിസിപ്ലിനറി ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കണം. ഇപ്പൊ ഈ നിമിഷം ഞാൻ എന്തെങ്കിലും മിസ്ബിഹേവിയർ ചെയ്തു, മിസ്കണ്ടക്ട് ചെയ്തുവെങ്കിൽ അതേ സമയം എപ്പോ അവരറിയുന്നോ അപ്പൊ തന്നെ അത് എത്രയും പെട്ടെന്ന് അറിയണം എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഭാഗത്തുള്ള ഒരു കാര്യമാണ്. അതറിഞ്ഞ് അപ്പൊ തന്നെ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ? വേഗം പറയും. ഫസ്റ്റ് റൂൾസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബോൾഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം സിമിലർലി കഴിഞ്ഞിട്ടുള്ള ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ആസ് സൂൺ ആസ് എന്ന് പറയുന്ന സെന്റൻസ്, ആസ് സൂൺ ആസ് എന്ന് തുടങ്ങുന്ന സെന്റൻസ് ഫസ്റ്റ് പോയിന്റിലെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? ആരുല്ലേ? യെസ്, ഓക്കെ, എപ്പോഴാ കണ്ടേ. Then next one, second one, principle of warning ആണ്. ആരുടെയും എസും ഫിംഗറും കണ്ടില്ല, അതായത് നിങ്ങൾ തമ്പ് റേസ് ചെയ്തൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരും ഇല്ലെന്ന്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് വാർണിംഗ് ആണ്. ഇനി എന്താ? മുന്നറിയിപ്പാണ്. ഈ നമുക്കറിയാം, ഒരു പ്രാവശ്യം പോയി നല്ല ചുട്ടുപഴുത്തിരിക്കുന്ന റെഡ് ഹോട്ട് സ്റ്റൗമേ തൊട്ട് കഴിയുമ്പോ അത് പൊള്ളി എന്ന് ഒരു പ്രാവശ്യം അനുഭവമുള്ളവർ എന്ത് ചെയ്യും? പിന്നെ പോകും അങ്ങോട്ടേക്ക്, ആ പരിസരത്ത് വരെ പോവില്ല അല്ലെ, മാറി നിൽക്കും. അല്ലെങ്കിൽ നമുക്കറിയാം അത് പൊള്ളുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ വാർണിംഗ്, എംപ്ലോയീസിനുള്ള വാർണിംഗ് ആണ്. കാരണം അത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡിസിപ്ലിൻ പ്രവൃത്തി ആ ഓർഗനൈസേഷനിൽ അത് ചെയ്താൽ അവൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എംപ്ലോയീസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു അവയർനെസ് ആണ്. ദാറ്റ് മീൻസ് അവരെന്തോർക്കും? ദ പണിഷ്മെന്റ് വിച്ച് വാസ് ഗിവൺ ബൈ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റ് നേരത്തെ കൊടുത്ത ആ പണിഷ്മെന്റ് മറ്റുള്ളവർക്ക് കൊടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ എനിക്ക് തന്നെ കിട്ടിയതായിക്കോട്ടെ, അതിനെ കുറിച്ച് പെട്ടെന്ന് അവനതൊരു ബോധ്യം വരികയും
അപ്പൊ എന്താണ് ആ ഒരു മിസ്റ്റേക്ക് ചെയ്യാൻ, അങ്ങനെ ഒരു മിസ്റ്റേക്ക് അഗൈൻ ഇറ്റ് ക്യാൻ നോട്ട് ബി കമ്മിറ്റഡ് ബൈ ഹിം. അത്തരം ഒരു മിസ്റ്റേക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ ആള് അത് എന്താ പറയാ കമ്മിറ്റ് ചെയ്യാനായിട്ട് അത്തരം ഒരു താല്പര്യം കാണിക്കില്ല. അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഓർക്കും, ഇനി കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള റൂൾസിൽ തെറ്റിച്ചുകൊണ്ട് എനിക്ക് ഒരു പണിഷ്മെന്റ് കിട്ടിയതാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് നമ്മളെ വാൺ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു വ്യക്തി ഒരിക്കലും പിന്നീട് അത് ചെയ്യാനായിട്ട് ഇത് ആക്കില്ല. കാരണം അതൊരു വാണിംഗ് ആണ് അവർക്ക്. അത് ഇതുപോലെ തന്നെയാണ് ഹോട്ട് സ്റ്റൗവില് ഇതുപോലെ തന്നെ. ഇപ്പൊ ചെറിയ കുട്ടികളായിരിക്കുമ്പോ എന്താ പറയാ ഒരു ഇത്തിരി തിരിച്ചറിവൊക്കെ ആകുമ്പോ കുട്ടികള് എന്താ കുഞ്ഞിതായിട്ട്, അതായത് അധികം വലിയ പ്രായത്തിലല്ല, ഒരു 1-2-1.5 വയസ്സൊക്കെ ആയി കഴിയും പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള തീയുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വരും. നിങ്ങൾക്ക് അറിയില്ലല്ലോ പൊള്ളുന്നുള്ളത്. പക്ഷെ ഒരു പ്രാവശ്യമൊക്കെ അത് കിട്ടിക്കഴിയുമ്പോ ആ കുട്ടിക്ക് അത് അറിയാം, അയ്യോ അങ്ങോട്ട് പോകുമ്പോൾ കൊച്ചിങ്ങനെ പേടിച്ചൊക്കെ നിൽക്കും. അത് അവർക്കൊരു വാണിംഗ് കൊടുത്തു. ദാറ്റ് മീൻസ് അവർക്കത് മനസ്സിലായി അത് പൊള്ളുന്ന വസ്തുവാണ്, പൊള്ളുമെന്നുള്ളത്. അതുപോലെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഡിസിപ്ലിനറി ആക്ഷൻ. അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പൊ ഡിസിപ്ലിനറി ആക്ഷൻ മാനേജ്മെന്റ് എടുത്തില്ലെങ്കിൽ എംപ്ലോയീസ് വീണ്ടും വീണ്ടും മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടിരിക്കും, മിസ്ബിഹേവിയർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് അവർക്കറിയാം there will be no punishment, there will be no warning, അങ്ങനത്തെ കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പറയുന്നത് ഇതൊരു വാണിംഗ് ആണ്. അപ്പൊ ഈ പറയുന്ന മിസ്കണ്ടക്ട് ചെയ്യാനായിട്ട് അവരെ എന്താ പറയാ അവരെ അത് പിന്തിരിപ്പിക്കുന്ന ഒരു വാണിംഗ് ആണ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഇതിനെയും നമുക്കൊരു പ്രിൻസിപ്പിൾ ഓഫ് വാണിംഗ് എന്ന് പറയുന്നതും നമ്മുടെ റെഡ് ഹോട്ട് സ്റ്റൗ റൂളിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ക്ലിയർ ആയോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? അപ്പൊ അതിനകത്ത് സിമിലർലി എന്ന് പറയുന്ന ആ സെന്റൻസ്, സിമിലർലി വേണ്ട, അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ഒരു അവയർനെസ് ആണ്, പണിഷ്മെന്റിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ആണ് ഇഫ് ദേ ആർ കമ്മിറ്റിംഗ് ഓർ വയലേറ്റിംഗ് എനി റൂൾ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് ഇംപേഴ്സണാലിറ്റി. ഇംപേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിപരമല്ലാത്തത്. എന്താണ്? ഇപ്പൊ ഞാൻ റെഡ് ഹോട്ട് സ്റ്റൗവില് നല്ല ചുട്ടുപൊഴുതിരിക്കുന്ന പൊള്ളുന്ന ഒരു ഇതുമ്മ ചെന്ന് തൊട്ടു, എനിക്ക് പൊള്ളി അല്ലെ? വേറൊരാൾ വന്നു, അവളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ പാർഷ്യാലിറ്റി ഒന്നും റെഡ് ഹോട്ട് സ്റ്റൗവിനില്ല. അവൻ തൊട്ടാലും അല്ലെങ്കിൽ അവള് തൊട്ടാലും ഞാൻ തൊട്ടാലും നീ തൊട്ടാലും എല്ലാവർക്കും ഒരുപോലെ പൊള്ളും, ഇല്ലേ? കത്തിയിരിക്കുന്നതിനെ ആട്ടോ പറഞ്ഞേ, കത്തി നന്നായിട്ട് ജ്വലിച്ച് നല്ല റെഡ് കളറിലായി നിൽക്കുന്ന സ്റ്റൗവിന്റെ കാര്യമാണ് പറയുന്നത്. അത് ഞാനോ നീയോ ആര് തൊട്ടാലും ഒരേപോലെ പൊള്ളും. അതിനറിയില്ല, അയ്യോ ഇവരോടൊരു പ്രത്യേക പരിഗണന, അല്ലെങ്കിൽ ഇവർ ഇന്ന ആളാണല്ലോ അവരെ പൊള്ളിക്കാൻ പാടില്ല എന്ന് സ്റ്റൗ വിചാരിക്കോ? ഇല്ല. സിമിലർലി അതുപോലെ ആയിരിക്കണം ഓർഗനൈസേഷനിലും. ഇഫ് എനി എംപ്ലോയി കണ്ടക്ട് എനി മിസ്കണ്ടക്ട്, ഏതെങ്കിലും രീതിയിൽ മിസ്കണ്ടക്ട് ചെയ്താൽ എല്ലാവർക്കും എടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം, എല്ലാ എംപ്ലോയീസിനും. മനസ്സിലായോ? അത് അക്കോർഡിംഗ് ടു ദ സിവിയറിറ്റി ഓഫ് ദ മിസ്കണ്ടക്ട്. ഓരോരുത്തരും ചെയ്യുന്ന മിസ്കണ്ടക്റ്റിന്റെ തീവ്രത, ഗാഢത, അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഈക്വൽ ആയിട്ടുള്ള പണിഷ്മെന്റുകളാണ് അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ ആയിരിക്കണം മാനേജ്മെന്റ് എടുക്കേണ്ടത്. ഒരാളുടെ പേരിൽ ഇങ്ങനെ എടുത്തു, മറ്റൊരാളുടെ പേരിൽ വേറെ രീതിയിൽ, അങ്ങനെ പാടില്ല. അതൊരു എന്താ പറയാ പാർഷ്യാലിറ്റി ആയിരിക്കും അല്ലെ? അത്തരം പാർഷ്യാലിറ്റീസ് ഒന്നുമില്ല. കാരണം സ്റ്റൗ അങ്ങനെ പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. ഞാൻ തൊട്ടുമ്പോ എനിക്ക് എങ്ങനെ പൊള്ളിയോ അതുപോലെ തന്നെയാ മറ്റേ ആൾക്കും പൊള്ളിയത്. റൈറ്റ്, ശരിയല്ലേ? സോ മാനേജ്മെന്റ് ഷുഡ് ബി കെയർഫുൾ ഇൻ ഗിവിംഗ് ഈക്വൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഈക്വൽ ലെവൽ ഓഫ് ജഡ്ജ്മെന്റ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനും ഈക്വൽ ലെവൽ ഓഫ് എന്താ പറയാ ജഡ്ജ്മെന്റ്, എല്ലാവരെയും ഒരുപോലെ വിധിക്കുക. എന്താണ് അവർ ചെയ്ത തെറ്റ്, ആ തെറ്റിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് അവർക്ക് ജഡ്ജ്മെന്റ് കൊടുക്കുക. ഇതാണ് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന പണിഷ്മെന്റ്. അങ്ങനെ എല്ലാവരോടും അയ്യോ ആ ടീച്ചർ ഇച്ചിരി ഇന്ന ആളാണല്ലോ അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ പണിഷ്മെന്റ് മതി, മറ്റേത് ആ കുഴപ്പമില്ല നല്ല ഉഗ്രനായിട്ടുള്ള പണിഷ്മെന്റ് കൊടുത്തോ, അങ്ങനെ പാടില്ല. എംപ്ലോയീസ് ചെയ്യുന്ന തെറ്റുകൾക്ക് ഈക്വൽ ആയിട്ടുള്ള പണിഷ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക. അവിടെ ഇംപേഴ്സണാലിറ്റി റൂളാണ് ഫോളോ ചെയ്യുന്നത്. മനസ്സിലായി? ഇംപേഴ്സണാലിറ്റി വ്യക്തിപരമായി എടുക്കാൻ പാടില്ല. വ്യക്തിയെ നോക്കി പണിഷ്മെന്റ് കൊടുക്കുന്ന രീതി തെറ്റ്, അല്ലെങ്കിൽ വ്യക്തിയെ നോക്കി ജഡ്ജ്മെന്റിൽ മാറ്റം വരുത്തുന്ന കാര്യം റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പ്രകാരം തെറ്റാണ്. ക്ലിയർ ആയോ? വേഗം പറയൂ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്. ഇനി കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എല്ലാവരെയും നമ്മൾ റെഡ് ഹോട്ട് സ്റ്റൗവിൽ തൊടുമ്പോൾ ഫിംഗേഴ്സ് വിൽ ഗെറ്റ് ബേൺഡ്. നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെ പൊള്ളും എന്നുള്ളത്. അതുപോലെ തന്നെ ഡിസിപ്ലിനറി ആക്ഷൻസും എങ്ങനെയായിരിക്കണം? കൺസിസ്റ്റന്റ് ഫോർ all employees. The management should give same punishment whether they are male or female. അങ്ങനെയാണ്.
സ്ത്രീകൾക്ക് ഒരു പണിഷ്മെന്റ്, പുരുഷന്മാർക്ക് ഒരു പണിഷ്മെന്റ്, അങ്ങനെയില്ല. എല്ലാവർക്കും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പണിഷ്മെന്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ ഈക്വൽ ജഡ്ജ്മെന്റ് പറഞ്ഞതുപോലെ തന്നെ ഈക്വൽ ജഡ്ജ്മെന്റിൽ വീണ്ടും ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, സ്ത്രീകൾക്ക് ഒരു രീതിയിലുള്ള നിയമം, പുരുഷന്മാർക്ക് മറ്റൊരു രീതിയിലുള്ള, സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് ഒരു ഇച്ചിരി കൺസിഡറേഷൻ കൊടുത്തു, അയ്യോ അവർ സ്ത്രീകളല്ലേ, അങ്ങനെയില്ല. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അങ്ങനെ നമുക്ക് പറയാനേ പാടില്ല എന്നാണ്. എന്തുകൊണ്ട് പെൺകുട്ടികൾക്ക് പാടില്ല, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അങ്ങനെ ഇങ്ങനെ, അപ്പൊ അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. മെയിൽ ഓർ ഫീമെയിൽ അവിടെ ഡിസിപ്ലിനറി ആക്ഷൻ ഒരുപോലെ ആയിരിക്കണം എന്നാണ്. ഇഫ് ദേ ആർ വയലേറ്റിംഗ് എനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഓർഗനൈസേഷന്റെ എന്തെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ച സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ സെയിം പണിഷ്മെന്റ് അക്കോർഡിംഗ് ടു ദ സിവിയറിറ്റി ഓഫ് ദ മിസ്കണ്ടക്ട് ആണ് കൊടുക്കേണ്ടത് എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നാലാമത്തെ പോയിന്റ്. അപ്പൊ 4 പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് എന്താ പറയാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, റെഡ് ഹോട്ട് സ്റ്റൗ റൂളുമായിട്ട്. അതില് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസിയിലെ ദ പ്രിൻസിപ്പിൾ ഓഫ് റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ സേസ് ദാറ്റ് എന്നുള്ളത് തുടങ്ങി അത് എൻഡ് ചെയ്യുന്നത് വരെ, അവസാനിക്കുന്നത് വരെയുള്ള ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ദാറ്റ് മീൻസ് 2 സെന്റൻസ് അതിനിടയിൽ വന്നിട്ടുണ്ട്. 2 സെന്റൻസ്. ക്ലിയർ അല്ലേ? അടുത്തത് എടുക്കാം. ആയിക്കോട്ടെ, അടുത്തതിലേക്ക്. ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതായത് നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ ഡിസിപ്ലിൻ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻഡിസിപ്ലിൻ ആകുന്ന എംപ്ലോയീസിന് എതിരെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അവരെ എങ്ങനെ ഡീൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടം വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഉറങ്ങിക്കൊണ്ടാകുമോ? എല്ലാവരും അലേർട്ടായിട്ടിരിക്കുന്നില്ലേ അവിടെ? എന്താണ് പറയാൻ പോണേന്ന് കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരുന്നോളണം. സോ ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്, it is a system which is used by the employer to manage the indiscipline at the organization or in the workplace. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് എന്താ പറയാ ഇൻഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എംപ്ലോയീസ് ഏതെങ്കിലും രീതിയിൽ മിസ്ബിഹേവ് ചെയ്താൽ അല്ലെങ്കിൽ ഇൻഡിസിപ്ലിനറി ആക്ഷൻസ് കണ്ടക്ട് ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച്, ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു സമീപനം, അതാണ് നമ്മളുടെ ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താ പറയാ പ്രതിപാദിക്കുന്ന ഓൾ കൈൻഡ്സ് ഓഫ് ഡിസിപ്ലിൻ, എല്ലാ തരത്തിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്. അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആ ഡിസിപ്ലിൻ പ്രസന്റ് ചെയ്യുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കുന്ന എന്താ പറയാ ഡോക്യുമെന്റേഷൻസ്, അതിന്റെ വാർണിംഗ്സ്, അതുപോലെ തന്നെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്റർവ്യൂസ്. ഇപ്പൊ ആരെങ്കിലും ഡിസിപ്ലിൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഫോളോ ചെയ്ത്, പിന്നെ ടൈം, ഡ്യൂറേഷൻ, അവർക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തണം. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും പറഞ്ഞ് കേട്ടത് പാടെ ഓടി വന്ന് എനിക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പ്രകാരം പെട്ടെന്ന് തന്നെ അതിന് ആക്ഷൻ എടുക്കാന്ന്. ആക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വേഗം പോയി ശിക്ഷിക്കുക എന്നല്ല അർത്ഥം. അതിന് അവിടെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് പറയാൻ പോകുന്നതൊക്കെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കോ വർക്കേഴ്സ് ചെന്നിട്ട് മാനേജ്മെന്റില് ആ കാര്യം അറിയിക്കുകയാണ്. അപ്പൊ മാനേജ്മെന്റ് അത് അറിഞ്ഞത് എവിടെ നിന്നാണ്? നമ്മൾ നേരിട്ട് കണ്ടതോ മനസ്സിലാക്കിയതോ അല്ല, അല്ലെ? ദേ ഗോട്ട് ഇറ്റ് ഫ്രം ദ അതർ എംപ്ലോയീസ്, മറ്റ് എംപ്ലോയീസിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷനിൽ നിന്നാണ് നമ്മളുടേതായ ഒരു തെറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു മിസ്ബിഹേവിയർ ആകാം, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും റൂൾ തെറ്റിച്ചു എന്നാകാം. അത് കണ്ടെത്തിയിരിക്കുന്നത് മറ്റാരെങ്കിലും പറഞ്ഞതാണ്. സോ നമ്മൾ പറഞ്ഞു റെഡ് ഹോട്ട് സ്റ്റൗ റൂൾ പ്രകാരം ഇമ്മീഡിയറ്റ് ആക്ഷൻ ഷുഡ് ബി ടേക്കൺ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ്? ഓടി വന്നിട്ട് എന്നെ ശിക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ ആ ടീച്ചർക്ക് ഇങ്ങനെ ശിക്ഷ വേഗം തന്നെ അവിടെ നിന്ന് അനൗൺസ് ചെയ്യണം, ഈ ഒരു ശിക്ഷയാണ് ടീച്ചർക്ക് കൊടുക്കട്ടെ, ടീച്ചറുടെ ഒരു മിസ്കണ്ടക്ട് അല്ലെങ്കിൽ ഒരു റൂൾ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞ് വേഗം കൊടുക്കണോ? അല്ല. ബിഫോർ ദാറ്റ്, അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് they have to make some investigations whether the employee is a aggrieved party. ഇത്തരം ഒരു തെറ്റ് ചെയ്ത ആളാണോ, കുറ്റവാളിയാണോ ആ ഒരു എംപ്ലോയി എന്ന് കണ്ടുപിടിക്കണം.
ഓക്കെ, നേരിട്ട് കണ്ടതല്ലല്ലോ മാനേജ്മെന്റ്, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻ ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തണം. അപ്പൊ ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയം എപ്പോഴാ, അതിന്റെ എത്ര സമയത്തേക്കാണ് ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്, ഇനി അത് എംപ്ലോയിക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, ഇനിയിപ്പോ ഞാൻ തെറ്റ് ചെയ്യുന്നതാണല്ലോ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ തരാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിടും. ഈ പറയുന്ന എന്തില് ഡിസിപ്ലിൻ പ്രൊസീജിയറിൽ വിടും. മനസ്സിലായോ? ആ സെന്റൻസുകൾ രണ്ടും മനസ്സിലായോ? ഹാൻഡ്ലിംഗ് എംപ്ലോയി ഇൻ ഡിസിപ്ലിൻ ഓർ ഡിസിപ്ലിൻ പ്രൊസീജിയർ. ക്ലിയർ ആണോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. വീണ്ടും വീണ്ടും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് എനിക്ക് മനസ്സിലാകുന്നത് പോലെ ആകണമെന്നില്ല മറ്റൊരാൾക്ക്. ഒരാൾക്ക് ചിലപ്പോ ഒറ്റ പ്രാവശ്യം ഒറ്റ കാര്യം പറയുമ്പോൾ തന്നെ കാര്യം ക്ലിയർ ആകും, ചിലർക്ക് പെട്ടെന്ന് ആവില്ല. അതുകൊണ്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, യെസ്. ദെൻ ഈ പറയുന്ന ഡിസിപ്ലിനറി പ്രൊസീജിയർ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എംപ്ലോയീസിനെ ഇൻഡിസിപ്ലിൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ മൈക്കൽ ജെ ജൂസിയസ് റിസർച്ചർ ആണ്. ഓർഗനൈസേഷനെയും അതുപോലെ എംപ്ലോയീസിന്റെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ റിസർച്ച് നടത്തുന്ന ആ വ്യക്തികൾ മറ്റൊരാളാണ്. മൈക്കൽ ജെ ജൂസിയസ് ഡിസിപ്ലിനറി ആക്ഷൻ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിനറി ആക്ഷൻ മീൻസ് ദ സ്റ്റെപ്സ് ടേക്കൺ ഓൺ ഡിസൊബീഡിയൻസ് ഓഫ് ആൻ ഓർഡർ. ഏതെങ്കിലും രീതിയിലുള്ള ഓർഡർ കൊടുക്കുമ്പോൾ അത് തെറ്റിക്കുക, ഡിസൊബേ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക, അനുസരിക്കാതിരിക്കുക, അതിനുവേണ്ടി എടുക്കുന്ന ചില നടപടികൾ, അല്ലെങ്കിൽ ആൻഡ് ടു റിമൂവ് ദ റീസൺസ് ഓഫ് സച്ച് ഡിസൊബീഡിയൻസ്. അത്തരം എന്തെങ്കിലും തരത്തിലുള്ള അനുസരണമില്ലായ്മയെ ഒഴിവാക്കാൻ, റിമൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അതിനെ കുറിച്ചിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്ന ഒരു ആക്ഷൻ, അതിനെയാണ് ഡിസിപ്ലിനറി ആക്ഷൻ എന്നാണ് പറയുക. എംപ്ലോയീസ് ഏതെങ്കിലും തരത്തില് മിസ്ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് അവരത് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ടാണ് അങ്ങനെ അവർ ഡിസൊബീഡിയന്റ് ആയത്, അതിനുള്ള റീസൺസ് ഒക്കെ കണ്ടെത്തി അതിനെതിരെ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് എന്ത് ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറയുന്നത് എന്നാണ് മൈക്കൽ ജെ ജൂസിയസ് പറയുന്നത്. സോ യു ഹാവ് ടു അണ്ടർലൈൻ ഡെഫിനിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഡെഫിനിഷൻ മാത്രമല്ല ആരാണ് ഡെഫിനിഷൻ കൊടുത്തതെന്നുള്ളത് കൂടി അണ്ടർലൈൻ ചെയ്യണം. അതുകൊണ്ട് ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്യാം. According to Michael J. Jusius. Clear ആയോ? Clear ആണോ? Any doubts? Okay. Yes. So, അപ്പൊ നമ്മളുടെ ജൂസിയസ് പറഞ്ഞതുപോലെ there are several steps which is included in ഇൻഡിസിപ്ലിൻ ആക്ഷൻ അല്ലെങ്കിൽ ഡിസിപ്ലിനറി പ്രൊസീജിയർ. ഇത്തരം ഇൻഡിസിപ്ലിൻ ആയിട്ട് എംപ്ലോയീസ് ബിഹേവ് ചെയ്താൽ അവർക്കെതിരെ എടുക്കാവുന്ന ചില ഡിസിപ്ലിനറി പ്രൊസീജിയേഴ്സ്, അതിന്റെ നടപടിക്രമങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞു, എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്യുകയോ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റിന് ഇൻഫോർമേഷൻ കിട്ടി ഫ്രം എനി സോഴ്സ്, ഏതെങ്കിലും സോഴ്സിൽ നിന്ന്, ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്തതോ എവിടെന്നെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവർ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വേഗം തന്നെ ഒരു കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ അനൗൺസ് ചെയ്യുക. ടീച്ചർ ഇന്ന രീതിയിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഡിസൊബേ ചെയ്തു, അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്തു എന്നുള്ള കാരണങ്ങളാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഡോക്യുമെന്റ് ചെയ്ത് നമ്മൾക്ക് സെൻഡ് ചെയ്യാം. നമുക്ക് ചിലപ്പോ വാട്സപ്പ് ത്രൂവോ മെയിൽ വഴിയോ ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സോഴ്സസിലൂടെ അതുകൂടെ അറിയിക്കുന്നു എന്ന് വിചാരിക്കാം. See, it's not the proper way. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. റെൻഫോർഡ് സ്റ്റാഗോൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആക്ഷൻ. ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ആ ആക്ഷൻ തുടക്കം തന്നെ പണിഷ്മെന്റ് അല്ല, അതിന് പല സ്റ്റെപ്പ് ഉണ്ട്. തുടങ്ങണം ആ പ്രൊസീജിയർ. ആ പ്രൊസീജിയറിന്റെ ആദ്യ നടപടിയാണ് ഏത്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. സോ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നതിന്റെ ആദ്യ പടി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ കാലെടുത്ത് വെക്കുന്നത് എന്തിലേക്കാ? ഞാൻ തെറ്റ് ചെയ്തു എന്ന് അറിയിപ്പ് കിട്ടിയാൽ അവരൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, പ്രാഥമിക അന്വേഷണം. അതല്ലാതെ നോ ഡിസിപ്ലിനറി ആക്ഷൻ ക്യാൻ ബി ടേക്കൺ ബൈ ദ മാനേജ്മെന്റ് even before they have any confirmation about the misconduct of that particular employee. അത്തരമൊരു മിസ്കണ്ടക്ട് ചെയ്തു ആ എംപ്ലോയി എന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തില് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പാടില്ല.
അതായത് ആൾക്ക് പണിഷ്മെന്റുകളൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം അവർക്ക് കൺഫേം ചെയ്യണം അവര് എന്ത് ആ ആള് അല്ലെങ്കിൽ ആ എംപ്ലോയി ശരിയാണ് അവര് ഒരു മിസ്കണ്ടക്ട് ചെയ്തു എന്നുള്ളത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാത്തോടത്തോളം കാലം അങ്ങനെ ഒരു കൺഫർമേഷൻ ഇല്ലാത്തടത്തോളം കാലം അതിനൊരു പ്രൂഫോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടികൾ എടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? അത് ശരിയാണെന്ന് അറിയണ്ടേ? അയ്യോ നമുക്ക് തെളിവില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വെറുതെ നോക്കിയിരുന്നാൽ മതിയോ? അല്ല, അതിന് വേണ്ടിയിട്ട് തെളിയിക്കണം. അത് ശരിയാണോ തെറ്റാണോ കൺഫേം ചെയ്യണം. For this purpose, the authorities have to conduct a preliminary investigation. അതിനു വേണ്ടി ഇവരെന്ത് ചെയ്യണം? പ്രാഥമിക അന്വേഷണം നടത്തണം. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ തയ്യാറാക്കുക, ഇൻവെസ്റ്റിഗേറ്ററെ കൊണ്ട് അന്വേഷിപ്പിക്കുക. ആൻഡ് ദ എയിം ഓഫ് ദിസ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ, ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they have to confirm whether the employee has made some mistake, ഇത്തരം മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ, മിസ്കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അത് മാത്രമല്ല the severity of the violation, എന്ത് റൂളാണ് എന്ത് റൂളാണ് വയലേറ്റ് ചെയ്ത് അതിന്റെ ഗാഢത തീവ്രത എത്ര കഠിനമാണ് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അല്ലാണ്ട് വേറെ കാര്യമൊന്നുമല്ല. മനസ്സിലായോ? അപ്പൊ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടോ, ഇനി എത്രത്തോളം തീവ്രമായ തെറ്റാ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എല്ലാ തെറ്റുകളും ഒരുപോലെയല്ല. ഒരു ദിവസം വൈകി വരുന്നു, അത് ഇത്ര വലിയ ഭീകരമായ തെറ്റൊന്നുമല്ല. ആ സമയം അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിംഗ് വരുത്തുന്നു, അതൊരു ഭീകരമായ തെറ്റാണ്. അല്ലേ? ആലോചിച്ച് നോക്കിയാൽ രണ്ടും ഒരുപോലെയായിട്ട് തോന്നിയാവോ? രണ്ട് തെറ്റും ഒരുപോലെയാണോ? ഞാൻ 1, 2, 3 ദിവസം വൈകി വരുന്നു, 10 മണിക്ക് എത്തുന്നതിന് പകരം 10 മണിക്ക് വരുന്നു, 3 ദിവസം. അതേസമയം മറ്റൊരു എംപ്ലോയി അല്ലെങ്കിൽ വേറൊരു എംപ്ലോയി എന്ത് ചെയ്യുന്നു? അവിടുത്തെ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ ഏതെങ്കിലും തരത്തില് ചീറ്റിംഗ് നടത്തുന്നു, എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ചെയ്യുന്നു, കണക്കുകൾ തെറ്റിച്ച് കാണിക്കുന്നു, അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസിൽ ഏതെങ്കിലും തരത്തില് എന്താ പറയാ തെറ്റ് വരുത്തുന്നു. രണ്ടും ഒരു തീവ്രതയാണോ ഇതിന് രണ്ടിനും? അല്ല, രണ്ട് രീതിയിലാണ്. അല്ലെ? സോ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന് പറയുന്നത്. അതിന്റെ എയിം അതാണ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന്റെ എയിം എന്ന് പറയുന്നത് ഫോർ ദ കൺഫർമേഷൻ ഓഫ് ദ വയലേഷൻ ഓഫ് മിസ്കണ്ടക്ട്. എന്തുകൊണ്ടാണ് വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചോ എന്ന് കൺഫേം ചെയ്യാനും, ആൻഡ് ദ സിവിയറിറ്റി ഓഫ് ദ വയലേഷൻ, വയലേഷന്റെ തീവ്രത എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, according to the severity of the misconduct. ഇനി ഏത് തരത്തിലുള്ള എത്ര തീവ്ര രീതിയിലുള്ള ഗൗരവമേറിയ മിസ്കണ്ടക്ട് ആണോ നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ച് the investigating officer can either warn. അതായത് വലിയ ചെറിയ കുഞ്ഞു തെറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഒരു ദിവസം വൈകി വന്നിട്ട് ഇത് വാർണിംഗ് ആണ്, ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി മേലാൽ വൈകി വരാൻ പാടില്ല കേട്ടോ. അപ്പൊ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻസ് നടത്തുമ്പോൾ അതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് either the investigator can വാൺ ചെയ്യാം ആരെ? നമ്മളുടെ തെറ്റ് ചെയ്ത ആൾക്ക്. അല്ലെങ്കിൽ ക്യാൻ പ്രൊവൈഡ് എ ചാർജ് ഷീറ്റ്, അവർക്കെതിരെ ഒരു ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാം. ആ കുറ്റം ചെയ്ത ആൾക്ക് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാം. ഇതൊക്കെ മൈനർ വയലേഷൻസ് ആണെങ്കിൽ, ചെറിയ തെറ്റാണെങ്കിൽ. ആൻഡ് ഇഫ് ദ ആക്ട് ഈസ് മേജർ വൺ, ഇത്തരം പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം വയലേഷൻസ് കുറച്ച് വലിയ തീവ്രത കൂടിയതാണെങ്കിൽ എന്ത് ചെയ്യാം? ടേക്ക് സ്ട്രിക്റ്റ് ആക്ഷൻസ്, വളരെ ശക്തമായ അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. വിച്ച് മേ ലീഡ് ടു ദ ടെർമിനേഷൻ, വേണമെങ്കിൽ ആ ജോലിക്കാരനെ പിരിച്ചുവിടുന്നത് വരെയുള്ള തീവ്രതയിലേക്ക് പോകും. അതിൽ കൂടുതൽ പറ്റില്ലല്ലോ. അപ്പൊ പിരിച്ചു തന്നെ വിടാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ വരെ പോകും. അതാണ് ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത്തരം മിസ്കണ്ടക്ട് കണ്ടുപിടിച്ചാൽ, കൺഫേം ചെയ്താൽ അല്ലെങ്കിൽ അറിഞ്ഞാൽ ആദ്യം തന്നെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ അവിടുത്തെ ഹയർ അതോറിറ്റീസ് ശ്രമിക്കണം. അതിനുവേണ്ടി പ്രിലിമിനറി ഇൻവെസ്റ്റിഗേറ്ററെ തയ്യാറാക്കണം. അവര് പോയി ഇത് അന്വേഷിക്കണം, കൺഫേം ചെയ്യണം തെറ്റാണോ ശരിയാണോ എന്ന്. അതിനനുസരിച്ച് എന്ത് കൊടുക്കണം? വാൺ ചെയ്യാം, ചാർജ് ഷീറ്റ് കൊടുക്കാം. ഈവൺ they can be terminated, എംപ്ലോയീസിനെ ടെർമിനേറ്റ് വരെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കുക വേഗം ആ ഒരു പാരഗ്രാഫ്. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. എന്തെങ്കിലും സെന്റൻസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതിനകത്ത് അണ്ടർലൈൻ ഒരുപാട് ഉണ്ട് ചെയ്യാൻ.
വായിച്ചെങ്കിൽ പറയണേ. കഴിഞ്ഞല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ആ ഒരു പോയിന്റിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അത് മൊത്തത്തിലൊന്നും അങ്ങോട്ട് എന്താ പറയാ, ബ്രാക്കറ്റിൽ വെക്കാം, അണ്ടർലൈൻ ചെയ്യാം. ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്, പറയുന്നുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓരോ കാര്യവും അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് അത് തന്നെ ഫോളോ ചെയ്ത് തന്നെയാണ് ചെയ്യണ്ടേ. വീണ്ടും തപ്പൊന്നും ഇല്ലല്ലോ, ഇറങ്ങിപ്പോയി എല്ലാവരും. ക്ലിയർ ആണോ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റിൽ സംശയമൊന്നുമില്ലല്ലോ. അടുത്ത പൊക്കോട്ടെ. ഓക്കെ, സെക്കൻഡ് പോയിന്റ്, ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. ഇത് നമ്മൾ പറഞ്ഞു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ അതിനുവേണ്ടി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഉണ്ടായിരിക്കും. ആള് പോകുന്നു, ശരിയാണോ തെറ്റാണോ ഈ പറഞ്ഞ മിസ്കണ്ടക്ട് ആ പറയുന്ന ആള് അക്യൂസ്ഡ് കുറ്റമാരോപിതനായിട്ടുള്ള എംപ്ലോയി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് കൺഫേം ചെയ്യുക. എത്ര തീവ്രതയേറിയ ഗൗരവമേറിയ തെറ്റാണ് ആൾ ചെയ്തതെന്നും നോക്കുക. അതനുസരിച്ച് വാൺ ചെയ്യുകയോ അതല്ലെങ്കിൽ അവരെ എന്താ പറയാ ചാർജ് ഷീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യുകയോ ഇതൊക്കെ ചെയ്യാം. ഓക്കെ, അതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു ദിവസം വൈകി വന്നു വെച്ചാൽ അപ്പൊ തന്നെ പിരിച്ചു വിടുന്നതല്ല കാര്യം. അതാണ് പറയുന്നത്, അങ്ങനെ എടുത്തു പറയുന്നതിന്റെ കാര്യം. ഓക്കെ, സെക്കൻഡ് വൺ, ഇഷ്യൂ ഓഫ് എ ചാർജ് ഷീറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഗൗരവമേറിയ ആ ഒരു മിസ്കണ്ടക്റ്റുകൾ നോക്കിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ. അങ്ങനെ വരുമ്പോ അതിനകത്തൊരു കാര്യം പറഞ്ഞത് ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ഈ ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്? ഇമ്പോർട്ടന്റ് ആണ് സെന്റൻസ്. ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു ഷോക്ക് കോസ്റ്റ് നോട്ടീസ് ആണ്. ഷോക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാരണം കാണിക്കൽ നോട്ടീസ് ആണ്. എന്തായിട്ടും ആ കാരണം കാണിക്കല് ആ ഒരു എംപ്ലോയി എന്ത് മിസ്കണ്ടക്ട് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങള് ഇതെല്ലാം എഴുതി തയ്യാറാക്കിയ ഒരു റിട്ടേൺ ഫോമിൽ എഴുതി തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്റ് പോലെ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഷോക്ക് കോസ്റ്റ് നോട്ടീസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാനിപ്പോ മിസ്കണ്ടക്ട് ചെയ്തെങ്കിൽ എന്ത് മിസ്റ്റേക്കാണ് ഞാൻ ചെയ്തത്, അതിങ്ങനെ എങ്ങനെ അതൊരു മിസ്റ്റേക്ക് ആണ്, അതിന്റെ റീസൺസ് കാരണങ്ങളൊക്കെ എഴുതി തയ്യാറാക്കി എനിക്ക് കൊണ്ട് തരിക. മനസ്സിലായോ? അപ്പൊ അതിനെയാണ് നമ്മൾ ഷോക്ക് കോസ്റ്റ് നോട്ടീസ് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ആണ് അതൊരു ഷോക്ക് കോസ്റ്റ് നോട്ടീസ് എന്ന് പറയുക. ഇനി ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ when it is done by the investigator, preliminary investigator എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ they can understand or they can make sure that the misconduct is done by the employee or not. ആള് തെറ്റ് ചെയ്തോ ഇല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റർ ഹാവ് ടു ഫോർമുലേറ്റ് എ ചാർജ് ഷീറ്റ്. ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കണം എത്രയും പെട്ടെന്ന്, as soon as possible ആണ്. അത് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പരിശോധിക്കട്ടെ എന്നൊന്നും നോക്കിയിട്ടല്ല. അങ്ങനെ ഒരു കാര്യം കണ്ടെത്തിയാൽ, മിസ്കണ്ടക്ട് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ആ എംപ്ലോയി അതിനെ തെറ്റ് ചെയ്തു എന്നും അതിന്റെ കാരണങ്ങളും മറ്റും അവതരിപ്പിച്ചുകൊണ്ട് റിട്ടേൺ ഫോമിൽ ഒരു ചാർജ് ഷീറ്റ് എത്രയും പെട്ടെന്ന് തയ്യാറാക്കണം. ഇങ്ങനെ ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഇറ്റ്സ് നോട്ട് എ പണിഷ്മെന്റ്, അതൊരു ശിക്ഷയല്ല, ഒരു വാർണിംഗ് ലെറ്റർ ആണ്. ഇത് എനിക്ക് തരുന്നതിന് ഒരു വാർണിംഗ് ലെറ്റർ ആണ്. എന്താ? ഇനിയും ഐ കനോട്ട് മേക്ക് സം മിസ്റ്റേക്സ്, അത്തരം മിസ്റ്റേക്കുകൾ ഞാൻ കാണിക്കാതിരിക്കാൻ, വയലേറ്റ് ചെയ്യാതിരിക്കാൻ, അല്ലെ? ഇനി മാത്രമല്ല ആ വാർണിംഗ് ലെറ്റർ കാണുമ്പോൾ ഇറ്റ് മേക്സ് മീ അലേർട്ട്, എന്നെ ബോധ്യപ്പെടുത്തുന്നു എന്ത്? ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്താൽ അത് തെറ്റാണെന്നും ആ തെറ്റ് ചെയ്താൽ there will be consequences, അതിന് അനന്തരമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ഡോക്യുമെന്റ്, അതാണ് ചാർജ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് ദ ഇൻവെസ്റ്റിഗേറ്റർ, ഇപ്പൊ അതിനകത്ത് ഓർക്കുക, ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് റിമെമ്പർ ദാറ്റ് വൈൽ പ്രിപ്പയറിംഗ് ദ ചാർജ് ഷീറ്റ്. ഈ ഒരു ചാർജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ, ഫ്രെയിം ചെയ്യുമ്പോൾ ഓർക്കുക, ദ ആക്ട് പണിഷ്മെന്റ് ഷുഡ് ബി given to the misconduct committed. കൊടുക്കുമ്പോ ആളുകളുടെ മുഖം നോക്കിയോ ഒന്നുമല്ല ആൾക്ക് ഈ പറയുന്ന ചാർജ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അവർ ചെയ്തിരിക്കുന്ന തെറ്റിന് ആക്ട് ആയിട്ടുള്ള രീതിയിലുള്ള പണിഷ്മെന്റ് ആയിരിക്കണം ആ ചാർജ് ഷീറ്റിൽ പറയേണ്ടത്. അല്ലാണ്ട് മുഖം നോക്കി ഇവനോട് ഇച്ചിരി വ്യക്തി വൈരാഗ്യം ഉണ്ട് അതുകൊണ്ട് ഇച്ചിരി ശിക്ഷകൾ കൂടുതൽ കൊടുത്തേക്കാം, അങ്ങനെ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഏത് രീതിയിലുള്ള തെറ്റാ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി അതിന് ആക്ട് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിരിക്കണം ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ഇൻവെസ്റ്റിഗേറ്റർ അത് ഫ്രെയിം ചെയ്യാനായിട്ട്. ക്ലിയർ? മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്, ഇഷ്യൂയിങ് ഓഫ് എ ചാർജ് ഷീറ്റ്. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വേഗം വായിച്ചു നോക്കിയാൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആയോ എല്ലാവർക്കും? Yes. So please underline. First sentence underline ചെയ്യാം. A charge sheet is a shock cause notice തുടങ്ങി return form വരെ. പിന്നെ അടുത്ത സെന്റൻസ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് ബട്ട് എ വാർണിംഗ് ലെറ്റർ. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അതായത് നിങ്ങൾ ഇങ്ങനെ വായിക്കണം. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഷീറ്റ് ആണ് കേട്ടോ. ചാർജ് ഷീറ്റ് ഈസ് നോട്ട് എ പണിഷ്മെന്റ് ബട്ട് എ വാർണിംഗ് ലെറ്റർ for the violator to make him realize his mistakes and alerts him of the consequences. അതിന്റെ അനന്തരഫലം എന്താണെന്നൊക്കെ മനസ്സിലാക്കാനും ഓർമ്മപ്പെടുത്താനുമുള്ള ഒരു വാർണിംഗ് ലെറ്റർ ആണ് ചാർജ് ഷീറ്റ്, അല്ലാതെ ഒരു പണിഷ്മെന്റ് അല്ല. ഇറ്റ് എന്നുള്ളത് ചാർജ് ഷീറ്റിന് ചേർത്ത് വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ കാര്യമില്ല. ഇറ്റ് ഈസ് എന്ന് പറഞ്ഞൊന്നും ക്വസ്റ്റ്യൻ അങ്ങനെ വരില്ല. ഇറ്റ് എന്താണെന്ന് അറിയണം അവിടെ. ഓക്കെ, വീണ്ടും അടുത്ത സെന്റൻസ് കൂടി. വൺ തിങ് ദാറ്റ് ദ ഇൻവെസ്റ്റിഗേറ്റർ, ബട്ട് വേണ്ട, ബട്ട് ഇല്ലാണ്ടുള്ള വൺ തിങ് തുടങ്ങി കമ്മിറ്റഡ് വരെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഇതിൽ ഓരോ പോയിന്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നും അതിന്റെ ചാർജ് ഷീറ്റ് പ്രൊവൈഡർ മിസ്കണ്ടക്ട് ചെയ്താൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ആ സ്റ്റെപ്സിനകത്ത് ഒരുപാട് ഉള്ളിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ പോയിന്റ് മാത്രം നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ഉള്ളിലുള്ള സെന്റൻസ് വളരെ സിമ്പിൾ സെന്റൻസ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി, പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ ഇവിടെ വരെ? ഓക്കെ, സോ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. എല്ലാവരും അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അടുത്ത ദിവസം ക്ലാസ്സിൽ കയറാം. ആൻഡ് വൺ തിങ്, ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, എല്ലാവരും ക്ലാസ്സിലെ 10:30 എന്ന് പറയുമ്പോ ഒരു 10:28 വന്നിരുന്നോളിട്ടാണ്. 2 മിനിറ്റ് മുമ്പ് ഇരിക്കാൻ ഞാൻ പറയുന്നത്. അപ്പൊ ഈ 2 മിനിറ്റ് മുമ്പ് നിങ്ങൾ ഇരുന്നാൽ സ്ട്രെങ്ത് നോക്കും നമ്മൾ കയറുമ്പോഴേ. അപ്പൊ 5, 6 ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ ഇരിക്കണ്ട് നമ്മള്, അപ്പൊ ഇത് ഓപ്പൺ ആക്കില്ല. അപ്പൊ നമുക്ക് ഇത്രയും കുട്ടികളുള്ളോ അല്ലെ, നമുക്കൊരു ഇത് കിട്ടില്ല. അപ്പൊ നിങ്ങള് ഒരു എക്സാമിനെ കുറിച്ചൊക്കെ ഇൻഫോർമേഷൻസ് നമ്മൾ തരും കേട്ടോ. തരും. നമ്മള് ഒരു ഫസ്റ്റ് ഒരു മോഡൽ പോലെ ഒരു എക്സാം നടത്തും. ഫസ്റ്റ് ടേം എക്സാം, സെക്കൻഡ് ടേം എക്സാം, 2 ടേംസ് ആയിട്ട് ടേം എക്സാംസ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് മെയിൻ എക്സാംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകുള്ളൂ. ഓക്കെ, ടീച്ചേഴ്സ് പോർഷൻ വൈസ് നോക്കില്ല. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്റേഴ്സ് കൂട്ടിയിട്ട്, അതായത് ഓരോ ടീച്ചറിന്റെ അല്ല കേട്ടോ. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ചാപ്റ്റർ 3 കൂടി ചേർന്ന് ഒരു ടേം എക്സാം. അപ്പൊ ചാപ്റ്റർ ഇപ്പോ ചിലപ്പോൾ നമുക്കറിയാം, കമ്പയർ ചെയ്യുമ്പോ വി ക്യാൻ സീ ദാറ്റ് ഫസ്റ്റും തേർഡും ചാപ്റ്ററും ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ലെങ്തി ചാപ്റ്റർ ആണ്. അപ്പൊ ചിലപ്പോൾ തീർന്നുണ്ടാവില്ല. സോ എവിടെ വെച്ച് തീർക്കുന്നുവോ അവര് നമ്മളുടെ ഒരു എന്താ പറയാ കാൽക്കുലേഷൻ, ടൈം ഡ്യൂറേഷൻ, ആ കാൽക്കുലേഷൻ വെച്ചിട്ടാണ് സമയത്തിന്. അതായത് നമ്മൾക്ക് 5 months എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഇത്ര സമയം എന്ന് പറയുമ്പോൾ അതിനൊരു ഇടയിലൊരു കാൽക്കുലേഷൻ ഉണ്ട്. നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ആ സമയം വരുമ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തും. എവിടെ വെച്ചിട്ടാണോ ചാപ്റ്റർ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. സെക്കൻഡ് ചാപ്റ്റർ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പൊ അത് എവിടെ വെച്ചാണ് പക്കം വരെ വെച്ചിട്ട് നമ്മൾ എക്സാം എടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം എടുത്ത് ഫുൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4, 5, 6 ചാപ്റ്റേഴ്സിന്റെ എന്താ പറയുക ടേം ആയിട്ട് ഉണ്ടാക്കി. ആൻഡ് കൂടുതൽ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ 2 മിനിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ജോയിൻ ദ ക്ലാസ് റൈറ്റ് ടൈം. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഇവിടെ 3 പേര് 5 പേര് എന്നൊക്കെ കാണുമ്പോൾ ഓപ്പൺ ആക്കില്ല. അപ്പൊ അതുകൊണ്ട് വൈകുന്നവരോട് ഒന്ന് ഇച്ചിരി 2 മിനിറ്റ് മുമ്പ് ഒന്ന് ജോയിൻ ചെയ്ത് 10:30 മുമ്പ് നമ്മൾ എന്തായാലും ഇത് ഓൺ ആക്കില്ല. 30 എന്തായാലും ആവുമ്പോഴേ ഓൺ ആക്കുള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊരു ഓർഡർ, റിക്വസ്റ്റ്, ഒന്ന് റിക്വസ്റ്റ് ആണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ കേട്ടതെങ്കിലും ഒക്കെ കുറെ മനസ്സിലുണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമേ, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 3 ഇരുന്നരിച്ച് കുറച്ച് വായിക്കണം. സോ ഒന്ന് ഓർക്കുക. ഓക്കെ, സോ സി യു, താങ്ക് യു.